ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞങ്ങളുടെ പുഴയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ അത്യാവശ്യത്തിന് ഞങ്ങൾക്ക് പണിയും കൂലിയൊന്നും ഇല്ലെങ്കിലും വയർ നിറഞ്ഞു പോകാനുള്ള മീനൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ കടലിൻ്റെ മക്കൾ അനുഗ്രഹിക്കുന്ന പോലെയാണ് കേട്ടോ ഞങ്ങളുടെ പുഴ. ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമാണ്. കാരണം എപ്പോൾ പോയാലും ഞങ്ങൾക്ക് മീനുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഒരേ ഒരു ഭർത്താവ്. അപ്പോൾ ആൾ വല വീശുകയാണ്. ആളുടെ ഒരു ഹോബിയാണ് കേട്ടോ വല വീശൽ. ആൾക്ക് എന്താ പറയുക, വല്ലാതെ മീൻ പിടിക്കാനുള്ള ആ ഒരു ഇതൊന്നുമില്ല. പക്ഷെ ആൾക്ക് ഇഷ്ടമാണ്, വല വീശാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ദിവസം വലയൊക്കെ വീശി പഠിച്ചിട്ട് ഇപ്പോൾ ഭയങ്കര എക്സ്പേർട്ടായിരിക്കുന്നു കേട്ടോ വല വീശാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ ഇന്നലെ പോയിട്ട് വല വീശുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യത്തിന് ചെമ്മീനൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും ഉണ്ട്. ഒരു 5:30-6 മണി ആ ടൈമിലാണ് കേട്ടോ. കാരണം തലേദിവസം മഴ പെയ്തിരുന്നല്ലോ. അപ്പോൾ അത്യാവശ്യത്തിന് ചെമ്മീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും വീശുന്നുണ്ട് കേട്ടോ. എടപ്പാൾ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ ചെമ്മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വലയൊക്കെ വീശി അത്യാവശ്യത്തിന് ചെമ്മീനും പിന്നെ മറ്റേ കൊത്ത, പതിപ്പൂട്ട, മാലാന്, പരൽ അങ്ങനെയുള്ള അത്യാവശ്യത്തിനുള്ള മീനുകളൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ആൾ കുടഞ്ഞിടുമ്പോൾ പറക്കിയിടുകയാണ് എൻ്റെ ഒരേ ഒരു ഡ്യൂട്ടി. പക്ഷെ ഞാനത് ചെയ്യാതെ അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കണേനാണ് എനിക്ക് ആ ചീത്ത കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഗൗരവക്കാരനാണ് ബോസ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത്യാവശ്യത്തിന് മീനൊക്കെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത്, അവിടെ സൈഡിൽ കാണുന്നതാണ് കേട്ടോ അമ്പലം. കളരി അമ്പലമാണത്. അത്യാവശ്യത്തിന് വലിയ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കാട്ടിയതാണ് ഏട്ടൻ്റെ അനിയ. അവൻ്റെ ഉപജീവന മാർഗ്ഗമാണ് കേട്ടോ മീൻ പിടിക്കൽ. അപ്പോൾ അവൻ വഞ്ചിയിട്ട് വല ഇട്ടിട്ട് മീൻ പിടിക്കും. ഞങ്ങൾ കരയ്ക്ക് നിന്ന് വല വീശി മീൻ പിടിക്കും. രണ്ടും രണ്ട് തരമാണ്. അവന് അത്യാവശ്യം വലിയ മീനൊക്കെയാണ് കിട്ടുക. ഞങ്ങൾക്ക് ചെറിയ ചെറിയ മീനുകളും ചെമ്മീനും ഞണ്ടും അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ അത്യാവശ്യത്തിന് മീനൊക്കെ കിട്ടി. അതായത് ഞങ്ങൾക്ക് ഒരു നേരം ബിരിയാണി വയ്ക്കാനോ ഒക്കെ റോസ്റ്റ് ചെയ്യാനോ വറക്കാനൊക്കെ ഉള്ള അത്രയും ചെമ്മീനൊക്കെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം കിട്ടിയ മീൻ. അപ്പോൾ സന്ധ്യ ആവും തോറും എനിക്ക് അവിടെ നിൽക്കാനുള്ള കോൺഫിഡൻറ്റ് നഷ്ടമാവുകയാണ്. കാരണം പുഴവക്കത്ത് ആ സമയമാകുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ ഞാൻ ഉണ്ണികളായിട്ട് പതുക്കെ വീട്ടിലേക്ക് ഇങ്ങനെ വരാൻ നിൽക്കുകയാണ് കേട്ടോ. ആൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഈ ഒരു വല വീശൽ ഒരു 9 മണി 9:30 വരെയൊക്കെ ആൾ വല വീശിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും മീനാണ് കേട്ടോ ഞാൻ പോകുന്ന സമയത്തിനുള്ളിൽ കിട്ടിയത്. അത്യാവശ്യത്തിന് ചെമ്മീനൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ പിന്നെ വീശി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ ചൂണ്ടലിടാൻ വന്നത്. അപ്പോൾ ഞാൻ ആ ചീത്ത പറഞ്ഞ് ഓടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആൾ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെച്ചാൽ നമ്മൾ പിണ്ണാക്കും ചോറൊക്കെ കൂടെ തീറ്റ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ചെമ്മീൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്ത് തീറ്റ ഇട്ട് വെച്ചു. വേറെ ആരൊക്കെയോ വന്നിട്ട് അത് വീശി കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയുകയാണ് നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തു, ആരൊക്കെയോ വന്ന് വീശി കൊണ്ടുപോയി പറയുക. അങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് അത്യാവശ്യത്തിനൊക്കെ ചെമ്മീൻ കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വരികയാണ്. ഞാൻ മക്കളായിട്ട് വരികയാണ് കേട്ടോ വീട്ടിലേക്ക്. ഞങ്ങൾ പിന്നെ വന്നു. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഈ സമയം കൊണ്ട് കിട്ടിയ മീനും ഇതാണ് കേട്ടോ മീൻ. ഇത്രയും ചെമ്മീനും കിട്ടിയായിരുന്നു. ഇനി ആൾ കുറച്ചും കൂടെ കൊണ്ടുവരും കേട്ടോ.